16 വയസ്സിൽ പട്ടാളത്തിൽ ചേരാൻ പറ്റുമോ? പട്ടാളത്തിൽ ചേരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിന് പിന്നെ ഒരു കഥയുണ്ട്. എൻ്റെ ഫാദർ കലയോടോ അല്ലെങ്കിൽ മറ്റ് പരിപാടികളൊന്നും അത്ര താല്പര്യനായ ആളല്ലായിരുന്നു. അമ്മ പാടുമായിരുന്നു. എന്ന് വെച്ചാൽ ഭക്തിഗാനങ്ങളൊക്കെയാണ്, അല്ലാതെ മറ്റു പാട്ടുകളൊന്നുമല്ല. അപ്പം പാട്ടുകളോടൊക്കെ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അന്ന് സിനിമയ്ക്കും കാണാൻ പോകുന്ന ചേട്ടന് വലിയ ഹരമായിരുന്നു. കള്ളം പറയുന്നത് എൻ്റെ ഫാദറിന് ഇഷ്ടമല്ലായിരുന്നു. ജ്യേഷ്ഠനും കൂട്ടുകാരും കൂടെ കൂടി വീട്ടിൽ പറയാതെ സിനിമ കാണാൻ പോയി. സിനിമ കാണാൻ പോയി തിരിച്ചു വന്നപ്പോൾ നീ എവിടെ പോയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ജ്യേഷ്ഠൻ കള്ളം പറഞ്ഞു. സിനിമയ്ക്ക് പോയത് പറഞ്ഞില്ല. പക്ഷേ ഫാദർ അറിഞ്ഞു, അടിച്ചു, ഒറ്റ അടി കൊടുത്തു. ഇതിൽ വിഷമിച്ചിട്ട് പിറ്റേ ദിവസം കുറേ കൂട്ടുകാരെയും കൂടെ കൂട്ടി പട്ടാളത്തിൽ ചേരാനായിട്ട് അന്ന് എവിടെയോ ഒരു ക്യാമ്പ് റിക്രൂട്ട്മെൻ്റ് ഉണ്ട്, അതിന് പോയി. അവിടെ പോയി പട്ടാളത്തിൽ ചേർന്ന് ആരോടും പറയാൻ പൊക്കളഞ്ഞു. അങ്ങനെ 16-ാമത്തെ വയസ്സിൽ SSLC വിദ്യാഭ്യാസം പോലും പൂർത്തിയാകാതെ പട്ടാളത്തിൽ പോയ ആളാണ്. അല്ല, അപ്പം പട്ടാളത്തിൽ നിന്ന് ചേരാൻ ഈ SSLC സർട്ടിഫിക്കറ്റ് നോട്ടോ അങ്ങനൊന്നുമില്ല, എന്തൊക്കെയോ സാധിച്ചു കിട്ടി. ചെറിയ ഒരു ജോലിയായിരുന്നായിരിക്കുമല്ലോ ആദ്യം, അങ്ങനെ കിട്ടിപ്പോയതാ. പക്ഷേ 7 കൊല്ലം അവിടെ ജോലി ചെയ്തു. ഇതിനിടയ്ക്ക് ഫാദർ ഇതിൻ്റെ അധികാരികൾക്കൊക്കെ കത്തൊക്കെ അയച്ചു തുടങ്ങി, അവനെ തിരിച്ചയക്കണമെന്നൊക്കെ പറഞ്ഞ്. എന്തായാലും ഞാൻ ജനിക്കുമ്പോൾ ഇതിൽ ഒരു കാര്യം കൂടെ ഉള്ളത്, ഈ 1926 10ാം ക്ലാസ്സിലാകുമ്പോൾ ഒരു 35-36ഒക്കെയാണ്. അപ്പം ഈ പട്ടാളത്തിൽ ചേർന്നു എന്ന് പറയുമ്പോൾ കാണുന്ന പ്രേക്ഷകർ വിചാരിക്കുന്ന പോലെ അത് നമ്മുടെ ഇന്ത്യൻ മിലിറ്ററി അല്ല. അതെ, അന്നും റോയൽ എന്തോ ഒരു പ്രത്യേക പേരുണ്ട്. അന്ന് ഈ ഭരണകാല ബ്രിട്ടീഷ് റോയൽ ആർമിയിലായിരുന്നു. അതായിരുന്നു ഈ 2ാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് റോയൽ ആർമി എന്ന് പറയുന്ന അതിലാണ് ചേരുന്നത്.